സംസാരിക്കുന്നത് ഏജൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സുരക്ഷാ ഏജൻസികളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഹൈഫൈ ലൈഫാണ് അല്ലെങ്കിൽ ഒരു ജെയിംസ് ബോണ്ട് സ്റ്റൈൽ ആക്ഷനാണ് എല്ലാവരും ചെയ്യുന്നത് എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മളുടെ കഥയും അത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊന്നുമല്ല ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നത് പ്രവീൺ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ആദ്യം സംസാരിച്ചപ്പോൾ അവസാനിപ്പിച്ചത് ഇങ്ങനെ പരാജയങ്ങളാണ് ഒരു ചാരനെ ഏറ്റവും പ്രസിദ്ധനാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കഥയിൽ ഒരുപക്ഷെ ഏറ്റവും ഒരു ക്ലോസിങ് നോട്ടായിട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു വാചകമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്പൈസും അല്ലെങ്കിൽ എല്ലാ ചാരന്മാരും അവരെല്ലാവരും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അവരുടെ മിഷനിൽ പരാജയപ്പെട്ടവരാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന അജിത് കുമാർ ഡോവൽ എന്ന് പറയുന്ന ഒരു നമ്മളുടെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പാകിസ്ഥാനിൽ ചാരനായിട്ട് 7 വർഷത്തോളം പ്രവർത്തിക്കുകയും അദ്ദേഹം നിസ്കരിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാതിൽ കമ്മൽ കുത്തിയ ഒരു പാട് കണ്ടിട്ട് അദ്ദേഹത്തോടൊപ്പം നിസ്കരിച്ചിരുന്ന ഒരാൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ആളാണല്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ആ മിഷൻ പരാജയപ്പെടുകയും ഇനി അവിടെ എന്നാൽ പിടിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അതിനൊക്കെ എത്രത്തോളം പ്രൊപ്പഗൻഡേറ്റഡ് ആണ് എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു രാഷ്ട്രം അതിന്റെ രാജ്യസുരക്ഷ നേരിടുന്നത് പലപ്പോഴും പ്രൊപ്പഗൻഡേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും. ഇപ്പോൾ ഭീഷ്മ പിതാമഹനെ വധിക്കാനായിട്ട് ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം ചെയ്തു എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മൾ കാണുന്ന പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള ശിഖണ്ഡി എന്ന് പറയുന്ന, ഞാൻ ഒരു ട്രാൻസ്ജെൻഡറിനെ എതിരായിട്ട് സംസാരിക്കുന്നതല്ല, ആ ഒരു കഥാപാത്രത്തിനെ പറ്റി സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ശിഖണ്ഡൈസ് ചെയ്യപ്പെട്ട വാർത്തകൾ ആണ് നമ്മൾ ഇന്ന് ന്യൂസിൽ ഭയങ്കരമായിട്ട് കൊണ്ടാടപ്പെടുന്നതെന്ന് നമുക്ക് വേറൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ കഥ എഴുതി തുടങ്ങുന്നത് ഏകദേശം കോവിഡിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ChatGPT വന്നത് 2021 സെപ്റ്റംബറിലാണ്. അപ്പം അതിനു മുമ്പ് ഏകദേശം നമ്മൾ ഈ പുസ്തകം എഴുതി തീർത്തിട്ടുണ്ട്. അപ്പം അന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലുള്ളത് ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനോട് നമ്മൾ എന്ത് കാര്യത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും അത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ തരില്ല. നമ്മളേക്ക് ഒരുപാട് വിവരങ്ങളുടെ ഒരു ശേഖരം നമ്മളുടെ മുമ്പിൽ കൊണ്ടുപോയി തരികയും ആ വിവരങ്ങളിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കണ്ടെത്താൻ വേണം. ഇപ്പൊ നമുക്ക് ChatGPT പോലുള്ള AI ഉള്ളപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഒരുപാട് വിവരണങ്ങളിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് തരുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഒരു ബണ്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് വിക്രം സൂഡ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു മുൻ ഫോർമർ റോ ചീഫ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണത്, നമ്മൾ പരാജയങ്ങളാണ് ഞങ്ങൾ ചാരന്മാരെ പ്രശസ്തനാക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്പാർക്കാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ കഥയാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ളൊരു സ്പാർക്ക് നമുക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. ആ ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. അദ്ദേഹമായിരുന്നു കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം റോയിൽ വർക്ക് ചെയ്യുന്ന അവസരമാണ്. അപ്പോൾ ഈ പല ഇൻഫോർമേഷനുകളും നമ്മൾക്ക് ഈ ഫീൽഡിലുള്ള ആളുകൾ, നമ്മൾ ഇന്റലിജൻസിൽ ഹ്യൂമൻ ഇന്റലിജൻസും അതേപോലെ മറ്റ് മെക്കനൈസ്ഡ് ഇന്റലിജൻസും ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ രഹസ്യാന്വേഷണങ്ങൾ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു സ്പെസിഫിക്കലി പറഞ്ഞാൽ 2014 മുൻപ് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചില വാർത്തകൾ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ അന്ന് നമ്മളുടെ ഈ കഥയിലെ ഒരു കഥാപാത്രമായിട്ടുള്ള മേജർ മാധവൻ എന്ന് പറയുന്ന അദ്ദേഹം ഇസ്ലാമാബാദില് ഒരു പഴക്കച്ചവടക്കാരനായിട്ട് ജോലി ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ കഥയിൽ നെറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം തന്റെ പഴങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നാണ്. അവിടെയാണ് ഏറ്റവും നല്ല ആപ്പിളുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം ആ ഒരു വ്യാപാരിയായിട്ട് അവിടെ പോവുകയും ഇത്തരം സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന രീതി ഈ കഥയുടെ ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊരു കഥ പറയുമ്പോൾ അതിന്
കഥ ഒരു തരി ഉണ്ടെങ്കിൽ അതിന് മേമ്പൊടിയായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചേർക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്കതൊരു വിശ്വാസമായിട്ടുള്ള രീതിയിൽ കഥ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഇങ്ങനെയുള്ള യാത്രകളിൽ നല്ല തണുപ്പ് നിലനിൽക്കുന്ന സമയത്തിന് മുൻപായിട്ട് ഒരുപാട് കമ്മീഷൻഡ് ഓഫീസേഴ്സ്, പട്ടാളത്തിൻ്റെ ഒരുപാട് കമ്മീഷൻഡ് ഓഫീസേഴ്സ് അവിടെ പർവ്വതാരോഹണത്തിൽ ഏർപ്പെടുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം തൻ്റെ സോഴ്സ് വഴി ഈ വിവരം ഇന്ത്യയിലേക്ക് അറിയിക്കുകയാണ്. ഈ ഇന്ത്യയിൽ കിട്ടുമ്പോൾ തന്നെ വേറൊരു രീതിയിലുള്ള ഇന്റൽ വരുന്നുണ്ട്. പാക് സൈന്യം സാധാരണമല്ലാത്തതിൽ കൂടുതൽ തണുപ്പിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സുരക്ഷാ വസ്ത്രങ്ങളും പർച്ചേസ് ചെയ്ത് കൂട്ടുന്നതായിട്ട് വരുന്നുണ്ട്. ഈ രണ്ടിൻ്റെലും ഇത് ഇന്ത്യയുടെ സുരക്ഷാ ഇന്റലിജൻസ് ഇത് ഡൽഹിയിലേക്ക് ആക്കുകയും ഇത് ഡൽഹി കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാണ്ട് ഇത് അവിടെ വെക്കുകയും ചെയ്യുന്നതാണ് കാർഗിൽ യുദ്ധം ഒരു പക്ഷേ തടയാമായിരുന്ന ഒരു ഇന്റലായിരുന്നു. അതിനെ പറ്റിയിട്ട് പിന്നീട് പല ഫോർമർ ആർമി ഇന്റലിജൻസ് ഓഫീസേഴ്സും ഇത്തരത്തിൽ ഇന്റൽ കൊടുത്തിട്ട് അത് ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ ഞാൻ ഈ പറഞ്ഞ എക്സാക്ട് സംഭവമാണ് ഇന്റലായിട്ട് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം ഈ വിക്രം സൂദ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് അവിടുത്തെ ഫീൽഡിൽ ചെയ്യുന്ന ഒരാളുടെ ജീവന് അപകടമായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഇന്റലിന്റെ പ്രാധാന്യം എത്രയാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വരികയും ആ രീതിയിൽ അതിനെ നിസ്സംഗതയോടുകൂടി തഴയുകയും ചെയ്തുകൊണ്ടാണ് 1999 കാർഗിൽ യുദ്ധം ഉണ്ടായത് എന്ന് വിക്രം സൂദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ചെറിയ വാർത്താ ശകലങ്ങൾ, അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മളുടെ കഥയിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മളൊരു കഥ പറയാനായിട്ട് ഈ സന്ദർഭം യൂസ് ചെയ്യുകയും ഈ യഥാർത്ഥത്തിലുള്ള എലമെന്റുകൾ നമ്മൾ യൂസ് ചെയ്യുകയും അതിനകത്തേക്ക് നമ്മളുടെ കഥാപാത്രങ്ങളെ കുട്ടിന് പേരിടുന്ന പോലെ ചെറുതായിട്ട് കയറ്റിവിടുകയും ചെയ്യുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് ശരിയാണല്ലോ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് വായനക്കാരന് തോന്നുമ്പോഴാണ് അത് ചെറുതായിട്ട് വിശ്വസിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ മേജർ മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഡിസപ്പിയർ ആയി പോവുകയാണ്. അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു അറിയില്ല. അപ്പോൾ ഇദ്ദേഹം പാകിസ്ഥാനിലാണ് ജോലി ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ആരോടും പറയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഡിസപ്പിയർ ആയി പോകുന്നത് എന്നുള്ളത് നമ്മൾ ഈ കഥയിൽ എഴുതുന്നുണ്ട്, പിന്നീട് എഴുതുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന് ജീവനോടുകൂടി കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെന്റ് അറിയുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മോദി അധികാരത്തിൽ വരുന്ന സമയത്ത് 2014 നേപ്പാളിലാണ് സാർക്ക് സമ്മിറ്റ് നടക്കുന്നത്. നവംബർ 26-27 തീയതികളാണെന്ന് എനിക്ക് തോന്നുന്നത്, 2014. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഈ ഇന്റർനാഷണൽ സമ്മിറ്റുകൾ എന്ന് പറയുന്നത് ഈ ഏജൻസിനൊക്കെ ഒരു ചാകരയാണ്. കാരണം ഈ പ്രധാനപ്പെട്ട ലീഡേഴ്സ് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ എന്നൊക്കെ ഉള്ള ലേബലുകളിൽ ഒരുപാട് സ്പൈസ് നമ്മളുടെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയോട് കൂടിയിട്ട് ഈ രാജ്യങ്ങളിൽ വന്നിറങ്ങും. അങ്ങനെ ഭയങ്കര, അതായത് ഇത്തരം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസിൽ അയാൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പേര് അജയ് കുമാർ നേവലെ, അങ്ങനെ എന്തോ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആ പേരിനോട് സാദൃശ്യമുള്ള ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം ചില ഇന്റലുകൾ ഇങ്ങനെ വരുന്ന അവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ഇന്റലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇന്റൽ ഫീഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഈ മേജർ മാധവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വേർഡുകൾ റിസംബിൾസ് അവിടെ നിന്ന് കിട്ടുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഏകദേശം ഉറപ്പാകുന്നത്. അതിനുശേഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ വല്ലാത്ത രീതിയിലൊക്കെ ഇവിടെ വാർത്ത ചെയ്യപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ആ വർഷം തന്നെയാണെന്ന് തോന്നുന്നു, ഡിസംബർ 25-ാം തീയതി നവാസ് ഷെരീഫിന്റെ ബർത്ത്ഡേക്ക് അഫ്ഗാനിസ്ഥാനിൽ പോയി വന്ന മോദി പെട്ടെന്ന് ഇസ്ലാമാബാദിൽ ഫ്ലൈറ്റ് ഇറക്കുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഇദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷസ് നേരെയും അവിടെ നിന്ന് കുറെ മാമ്പഴം, ദൂസറി മാമ്പഴം എന്ന് പറയുന്ന ഒരു മാമ്പഴം കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇത്തരം റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളുടെ കഥയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് ഇത് ഈ പറയുന്ന ഒരു മെയ്ക്ക് ബിലീവ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ കഥേനെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് സാധാരണയായിട്ട് മലയാളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത്തരം ന്യൂസുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നടന്നതായിരിക്കുമല്ലേ എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രവീൺ പറഞ്ഞത് ബാക്കുവിലുണ്ടായ അത് അങ്ങനെ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇതിനകത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ ഏജൻസും ഉണ്ട് അസറ്റ്സും ഉണ്ട്. ഏജൻസ് എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രം കൂടുതലും ഏജന്റുകളെയൊക്കെ അവരുടെ സുരക്ഷാ സേനയിൽ നിന്ന് തന്നെ കണ്ടെത്തി പരിശീലിപ്പിച്ച് നല്ല രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും. അതേസമയം ഒരു ശത്രു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് അവിടുത്തെ ഒരു പൗരന് നമ്മളുടെ ആളായിട്ട് പൈസ കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായങ്ങൾ കൊടുത്തോ ഒക്കെ നമ്മളെ അസറ്റാക്കി മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടാവും അജ്ഞാതൻ വെടിവെച്ചു വന്നു, ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഒരു അജ്ഞാതൻ വെടിവെച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ ഏകദേശം 27-28 കൊലപാതകങ്ങൾ ഇപ്പോൾ ആ ഒരു ശ്രേണിയിൽ നടന്നിട്ടുണ്ട്. ഇതൊന്നും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ ചെയ്തതായിട്ടല്ല ചെയ്യുന്നത്. അതൊക്കെ അവിടെയുള്ള അസറ്റുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണെന്നാണ് നമുക്ക് ന്യൂസുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. അപ്പം അത്തരത്തിലുള്ള ഒരു അസറ്റിന് നമ്മൾ ബാക്കൂല് നമ്മളുടെ ഒരു ഏജന്റ് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നത്, ഞാൻ അത്തരത്തിലുള്ള ഞാനൊരാളെ കണ്ടെത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ബാക്കൂല് ചെന്നിറങ്ങുന്നത് 2018 ഫെബ്രുവരി 14 ഒരു വാലന്റൈൻസ് ഡേയിൽ. അപ്പോൾ ഞങ്ങൾ ഒരു 3 സുഹൃത്തുക്കൾ അവിടെ ചെന്നിറങ്ങുന്നു. നല്ല തണുപ്പാണ്, -4°. ഞാൻ ഹൈദരാബാദിൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുമ്പോൾ ഒരാളെ എന്നെ വന്ന് പരിചയപ്പെടുന്നു. ഒരു കാർഡ് വരുന്നു, അദ്ദേഹത്തിൻ്റെ ടാക്സി സർവീസിനാണെന്ന് പറയുന്നു. ഞാൻ ആ സമയത്ത് അത് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഹോട്ടലിലേക്ക് പോകുന്നു. ഞങ്ങൾ അന്നൊരു പബ്ബിലേക്ക് പോകുന്നു. അവിടെ ഏകദേശം ഒരു നല്ല രീതിയിൽ പൈസ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു സ്കാമിൽ പെട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരാളെ വിശ്വസിക്കില്ല. ഒരു പുതിയ രാജ്യത്ത് വന്നിട്ട് 3 ബിയറിന് 1 ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഈ കാസ്പിയൻ സീയുടെ സൈഡിൽ കൂടെ നടക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി മട്ടന്ന് അവശതയാവും. -4°, നല്ല തണുപ്പാണ്, ഭയങ്കര കാറ്റ്. ഇനി തിരിച്ചു പോകാൻ നടക്കാൻ വയ്യ, ഒരു ടാക്സി വിളിക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഈ കാർഡിൽ ഞാൻ ഇദ്ദേഹത്തിന് വിളിക്കാം. ഇദ്ദേഹം വരുന്നു, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. അലി എന്നാണ് പേര്, നല്ല സ്ട്രൗട്ടായിട്ടുള്ള ഒരാൾ, നല്ല കാണാൻ നല്ല ഭംഗി. അങ്ങനെ പുള്ളി ഞങ്ങൾ താമസിക്കുന്ന വിന്റർ പാർക്ക് ഹോട്ടലിലേക്ക് ആക്കാൻ പറയുന്നു. അദ്ദേഹം ഇല്ല, നമുക്കിവിടെ കുറേ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വയം കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾ വരുന്നു. അപ്പോൾ ഞങ്ങൾ വല്ലാത്തൊരു അകൽച്ചിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പബ്ബിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഞങ്ങൾ പറഞ്ഞു വേറെ ഉണ്ടോയെന്ന് പറയും. ഞാനിന്ന് 9:30 നിങ്ങളുടെ അടുത്ത് വരാം എന്ന് പറയാം. അങ്ങനെ പുള്ളി ഞങ്ങൾ പറഞ്ഞു വരണ്ട, ഞങ്ങൾ രാത്രിയൊന്നും പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇയാൾ കൃത്യമായിട്ട് 9:30 വരുന്നു. ഇദ്ദേഹം ഞങ്ങളെ കൂട്ടിയിട്ട് നഗരത്തിന് പുറത്തേക്ക് ഒരു യാത്ര പോവുകയാണ് രാത്രി. അപ്പം നഗരത്തിന് പുറത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടിയാവുകയാണ്. കാരണം നഗരാതിർത്തി മുന്നിട്ടിരിക്കുന്നു. യൂറോപ്പിലൊക്കെ അറിയാം, നമുക്ക് വിജനമായിരിക്കും കൂടുതൽ സ്ഥലത്തൊക്കെ. വല്ല ഒരു ഗ്രാമത്തിലൊക്കെ 1000 പേരൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്തിലും അവിടെ നിറച്ച് പബ്ബുകൾ ഉള്ളൊരു സ്ഥലം. പബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 നല്ല കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള 4-5 പബ്ബുകൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ നിറച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം. നമ്മൾ ചെല്ലുന്നു, അവിടെ നമ്മളുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഊരി വെക്കുന്നു, അവിടെ ഫോണൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മളിവർ കൂട്ടിക്കൊണ്ടുപോകുന്നു, എല്ലാം കാണിച്ചു തരുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് എന്തിനാ ഇത്ര ഭയങ്കരമായിട്ട് റെസ്പെക്ട് തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിക്കണം അരി ഇതെന്താണ് സംഭവം ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഞാനിങ്ങനെ ജയിലിൽ നിന്ന് വന്നിട്ട് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി അവിടുത്തെ ഒരു ലോക്കൽ ദാതയായിരുന്നു, ചില കേസുകളൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റെസ്പെക്റ്റാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കസ്റ്റമറായിരുന്നു ഞാൻ. അങ്ങനെ പിന്നീട് ഇദ്ദേഹം ഇപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു ടൂർ ഏജന്റാണ്. ഏകദേശം ഒരു 10-12 മെഴ്സിഡസ് വെഹിക്കിളൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ. അതിനുശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിരുന്നു. ഇപ്പോഴും ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് പോയാൽ പുള്ളി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സന്ദർഭത്തിന് ഞാനത് ഏജൻസി വർക്കുമായിട്ട് ലിങ്ക് ചെയ്യുകയും
ഇദ്ദേഹത്തിന് ഈ കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാമ്പത്തിക സഹായം ഇന്ത്യ ഗവൺമെന്റ് ഏജന്റ് ചെയ്തു കൊടുക്കുകയും സ്വാഭാവികമായിട്ട് അങ്ങനെ അസറ്റ് ബിൽഡപ്പ് ചെയ്യാന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയിൽ നമ്മൾ സഹായിക്കുമ്പോഴാണ്. അപ്പൊ അതാണ് ഇദ്ദേഹം പറഞ്ഞ കഥ എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതൊരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ പേജ് വായിച്ചിട്ട് നിങ്ങളുടെ മൂഡ് ഒന്ന് തിരിച്ചുവിടാമെന്ന് വിചാരിച്ചായിരുന്നു. പേജ് കാണുന്നത് ഇതിൽ വേറൊരു സംഭവം, ഒരു അധ്യായത്തിൽ 9ാമത്തെ അധ്യായത്തിൽ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഈ പോലീസുകാരെ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇയാളിതിൽ വിവേക് എന്ന് പറയുന്ന വ്യക്തി, മായ, വരുൺ, ഇവരുടെ ഒരു ഭാര്യയും ഭർത്താവാന്ന് പറയാൻ പാടില്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. എനിക്ക് അവർ അങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മാരീഡാണ് ആൾക്കാർ. പക്ഷെ ഇതിനു മുമ്പ് നമ്മളിത് ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞത് ഈ പട്ടായ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഹോളിഡേക്ക് പോകുന്ന മായ എന്ന് പറയുന്ന ആ സ്ത്രീയും ആർക്കിടെക്റ്റും അവരുടെ ഫ്രണ്ട് വിവേക് എന്ന് പറയുന്ന ആർക്കിടെക്റ്റും അവര് വർത്താനം പറയുന്നതും അവരുടെ ഒരു വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിൽ തുടങ്ങുന്നത്. പക്ഷെ എഴുത്തുകാരൻ വളരെ വിദഗ്ധമായിട്ട് അതിൽ മറ്റേ ഇന്റിമസിയുടെ ഒരു അതിർവരമ്പുകൾ മലയാളി പറയണ പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാതെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ സ്വഭാവം കാരണം നമുക്കത് വായിക്കുമ്പോൾ തോന്നും, ഇത് ഭയങ്കര ഒരു ഇതാണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് ഈ കാമുകന്മാരാൻ തോന്നും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വരുൺ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത്. അപ്പൊ അത് മായയുടെ ഹസ്ബൻഡാണ്. വരുൺ വലിയൊരു റോയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളി. അപ്പൊ പുള്ളിക്കാരൻ വരുന്നു, മായിട്ട് അവർ തമ്മിൽ ഭയങ്കര പരിചയം, ഭയങ്കര അടുപ്പം, അത്ര അടുപ്പമുള്ള ഒരു ബന്ധമുണ്ട്. അതിന് ഇങ്ങനെ കഥ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ മായ എന്ന് പറയുന്ന വ്യക്തി ആർക്കിടെക്ട് വളരെ സ്പീഡിൽ കാർ ഓടിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഈ സ്ത്രീ എപ്പോഴും ഈ ട്രാഫിക്കിൽ സിഗ്നൽ ജമ്പിങ് നടത്തിയിട്ട് പോലീസ് പിടിക്കും. അപ്പൊ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം. അത് എഴുത്തുകാരൻ അവരെ കാണിക്കുന്ന ഒരു വലിയ ഒരു ആർക്കിടെക്ട് ആയതുകൊണ്ട് കാശ് ഇഷ്ടം പോലെ ഉണ്ട്. മിനി കൂപ്പർ, ചുവന്ന മിനി കൂപ്പറിലാണ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. പോലീസ് പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഈ സ്ത്രീ ഇങ്ങനെ എപ്പോഴും ഈ ട്രാഫിക് സിഗ്നൽ ജമ്പിങ് നടത്തുന്നു. അപ്പൊ ആ ഒരു സംഗതി അവരെ കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടോ ഇവര് ഇടയ്ക്കിടയ്ക്ക് ആ പാലത്തിന്റെ കൊച്ചിയിലെ വെണ്ടിരുത്തി പാലം അല്ല മറ്റേ ഏത് ബ്രിഡ്ജിന്റെ ചോട്ടിൽ നിന്നിട്ട് യൂണിഫോം ഒന്നും ഇടാതെ വരുന്ന ചില നേവി ആളുകളുമായിട്ട് ഇവര് ചില കോൺവെർസേഷൻസ് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഭയങ്കര സംശയം തോന്നി. എന്ത് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇവരൊരു ഏജന്റാണ്, ചാരപ്രവർത്തനം ചെയ്യുന്ന എന്തോ ദുരൂഹതയുണ്ട്. അപ്പോൾ ഇത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരോ റിപ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്ത് നമ്മളെ ഒരുതരം സംശയത്തിന്റെ ഒരു സംഗതിയിലേക്ക് കൊണ്ടുപോകാൻ ചില അധ്യായങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് വിവേക് വന്നിട്ട് ഈ മായയുടെ അടുത്ത് വന്ന് വിവേകും വരുണും മായയും കൂടി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു, വളരെ ജ്യൂസ് കുടിക്കുന്നു, ബീർ കുടിക്കാതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാറും തരാമെന്ന് ചോദിച്ചിട്ട് ഇയാൾ വണ്ടി എടുത്ത് പോകുന്ന ഒരു രംഗം അത് രസമായിട്ടുണ്ടായില്ലേ. കാറ് ഈ മിനി കൂപ്പർ പോലീസിന്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ള ഒരു കാറാണ്. ആ കാർ എടുത്തിട്ട് രാത്രി വൈകിട്ട് ഇയാള് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് നാളെ പോകാൻ ഞാൻ വണ്ടി എടുക്കാൻ എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ പുറകിൽ പോലീസുകാർ, കാരണം രാത്രി പെട്ടെന്ന് പിടിക്കാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് ഇവർ വരും. അപ്പോൾ ലേഡി പോലീസ് മറ്റേ വനിതാ പോലീസും ഉള്ള ഒരു ജീപ്പിലാണ് വരുന്നത്. അവർ വന്ന് വണ്ടി തടുത്തു, ഇയാളെ പുറത്തിറക്കിയ. അപ്പൊ പറയുന്ന ചില സംഗതിയിൽ പറയുന്നുണ്ട്, ആ ജീപ്പിലേക്ക് പോയിട്ട് എന്താ പറയാ ബുക്കും പേപ്പറും കാണിക്കണം. അതിവിടെ എങ്ങനെയാണല്ലോ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കാണാറുണ്ട്, പോലീസുകാർ വന്ന് അവിടെ നിന്നുകൊണ്ട് ചോദിക്കുക. ഈ സ്റ്റിയറിംഗിന്റെ മുകളിൽ നിന്ന് ഡ്രൈവർ കൈയെടുക്കാൻ സമ്മതിക്കില്ല. പേപ്പർ ബുക്ക് എന്തെങ്കിലും ലൈസൻസ് കാണിക്കാൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് അതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് വായിക്കേണ്ടത് എന്താ വെച്ചാൽ 2 കൈയും സ്റ്റിയറിംഗിന്റെ മുകളിൽ നിന്ന് ഡ്രൈവർ എടുത്താൽ ഈ പോലീസുകാരൻ ഷൂട്ട് ചെയ്യാതെ, കാരണം തോക്കുകൊണ്ടാണ് പോലീസുകാരൻ നിൽക്കുന്നത്. കാരണം ഇയാള് കൈ എടുത്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇയാള് ഗണ്ണെടുക്കാൻ പോവാന്നാണ് ഈ ഡ്രൈവർ. അതാണ് വിദേശത്തെ സ്വഭാവം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇയാൾ വന്നിട്ടോ വിളിക്കും, പുറത്തിറങ്ങി സാറിനെ പോയി കാണുന്ന പോലെ. അപ്പൊ നമ്മൾ ചാടി ഇറങ്ങി പഞ്ചപ്പ് ഇത് ഭക്തിയോട് കൂടിയിട്ട് ഇങ്ങനെ തൊഴുതിട്ടൊക്കെ ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ആരായാലും ചെന്നിട്ട് ജീപ്പിലിരിക്കുന്ന സാറിനെ പോയി കാണണം. ആ സാർ ഇതൊക്കെ നോക്കി കുറെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എവിടെ പോയി മറ്റോ അങ്ങനെ അവര്, അതാണ് ഇവിടുത്തെ സ്റ്റൈല്. ഇതേപോലെ ഒരു രംഗമുണ്ട് ഇതില്. ഉടനെ ഇയാൾ അവർ പറഞ്ഞ പോലെ ഉടനെ കടലാസും പേപ്പറൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് കാണും. അവിടെ പോയി കാണുമ്പോൾ ചോദിക്കുന്നത് മായ എന്നാണല്ലോ പേര്, അതെന്റെ ഫ്രണ്ടാണ്. എന്ത് ഫ്രണ്ടാണ്, അവരെന്താ ചെയ്യുന്നത്, എന്താണ് കണക്ഷൻ,
അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവർ വിട്ടു. അതല്ല ഞാൻ അവരുടെ വണ്ടി ഞാൻ എടുത്തിട്ട് പോകാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ, പുറകിലൊരു ജീപ്പ് വരും. അവിടെ നിന്ന് ചാടി ഇറങ്ങിയ ഇതുപോലത്തെ ഒരു വിദ്വാൻ, ഒരു പോലീസ് ഓഫീസർ ഒരു വന്നിട്ട് വരുമ്പോഴത്തേക്കും വന്നിട്ട് പെട്ടെന്ന് അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ ഇവരെല്ലാം കൂടി ഫുൾ സ്പീഡിൽ തിരിച്ചു പോകും. അപ്പോൾ വിചിത്രമായ രംഗം. നമ്മൾക്ക് അപ്പോൾ തോന്നുന്നത്, എനിക്ക് തോന്നിയത് ഇതാണ്, ഇയാള് ഈ കക്ഷി വിവേക് എന്ന് പറഞ്ഞ ആള് തിരിച്ചു, കാരണം ഇയാളൊരു ഏജന്റാണ്. ബേസിക്കലി ഇയാള് NIA-യുടെ ഒരാളാണ്, ആർക്കിടെക്ട് എന്നുള്ള ലെവലിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയറാണ്. ഇയാൾക്ക് വേറെ പൊസിഷൻ ഉണ്ട്. ഇത് അറിഞ്ഞിട്ടാണ് പോകണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അത് വായിച്ചപ്പോൾ. അപ്പോൾ സംഭവം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ വന്ന് അന്വേഷിച്ച ഹേമലത എന്ന് പറയുന്ന CI ആണ് ഈ അന്വേഷിക്കുന്നത്. ഈ CI ഇതിനു മുമ്പ് ഈ സ്ത്രീയെ വന്ന് കാണുന്നുണ്ട്, വീട്ടു പണിയാണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വീട് പണിയാണ്ടുണ്ട്, അതുകൊണ്ട് ആർക്കിടെക്ട് ഒന്ന് വരുമോ അവിടെ വരെ എന്ന് പറഞ്ഞിട്ട് ഹേമലത എന്ന് പറയുന്ന ഒരു സാധാ സ്ത്രീ വന്നിട്ട് ഈ എന്താ പറയാ ഇവരെ മായയോട് സംസാരിക്കും. മായ പറയും വളരെ തിരക്കിലാണ്, ഇപ്പോൾ എനിക്ക് വരാൻ പറ്റും, അല്ല നിങ്ങൾ ഇപ്പൊ തന്നെ വന്നാൽ ഞാൻ വിദേശത്ത് വരാമെന്ന് പറയും. പക്ഷെ ഇവര് പോവില്ല. കാരണം അപ്പൊ മായ ചോദിച്ചു, അതൊക്കെ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായ സന്ദർഭം. മായ ഇവരെ നോക്കിയിട്ട് നിങ്ങൾ വിദേശത്ത് എന്താ ജോലിയാണ്? ഞാൻ അവിടെ ഒരു ക്ലർക്ക്, എന്തോ ഒരു സാധാരണ ഒരു ജോലി. നിങ്ങൾ സംസാരിക്കുന്ന ഒരു പോലീസിന്റെ ടോൺ ഉണ്ടല്ലോ എന്ന് ഈ മായ പറയുന്നുണ്ട്. ഈ മായ എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ച് എന്ത് ഈ സ്ത്രീ, എനിക്ക് അപ്പൊ ഡൗട്ട് തോന്നി, എന്ത് ഈ സ്ത്രീ ഇങ്ങനെ, സാധാരണ ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന് പറയുമോ? ഒരാൾ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ കണ്ണുകളിൽ ഒരു പോലീസ് ഇതിന്റെ ഛായ ഉണ്ടെന്നൊക്കെ പറയും. ഈ സ്ത്രീ പറയേ അങ്ങനെ തോന്നിയെന്ന് ചോദിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ മായ എന്ന് പറയുന്ന കഥാപാത്രം പുസ്തകം വായിച്ചാൽ മനസ്സിലാവും എന്താ അവരുടെ റോള്. അത്ര പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെ അതൊരു സൂചന കൊടുത്തു എഴുത്തുകാരൻ. ആ സൂചന നമുക്കൊരു ഡൗട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ പോവും. ആ സ്ത്രീ പോയിട്ട് പുസ്തകം വായിച്ചുള്ള അപ്പൊ അത് സസ്പെൻസിന്റെ രംഗങ്ങൾ. അത് കഴിഞ്ഞ് പോലീസുകാർ മുഴുവനും ട്രാൻസ്ഫർ ചെയ്യും. അതാ ഞാൻ പറഞ്ഞു തന്നെ. ഈ പോലീസുകാർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇതൊക്കെ കുറെ അതിന് പുറകില്ല. ഇവര് ഒരാളെ കണ്ടുപിടിക്കാൻ പോയി, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയാണല്ലോ, ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രവർത്തിച്ചാൽ ഉടനെ പോലീസിനെ കണ്ണൂർക്കും കാസർഗോഡേക്കും ട്രാൻസ്ഫർ ചെയ്യും. ഇതുപോലത്തെ രംഗങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന കുറെ സ്വാഭാവികമായ കാര്യങ്ങൾ. പക്ഷെ അതിന്റെ പുറകിൽ വേറെ കാര്യം കേട്ടോ. അത് ഞാൻ പറഞ്ഞ നമ്മൾ ധരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അതിന് പുറകിൽ വേറെ സംഭവമാണ്. ഇപ്പൊ എഴുത്തുകാരന് എന്തൊരു പറയാനുണ്ട്, അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാം. പുസ്തകം കുറച്ചധികം ആളുകൾ വായിച്ചതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് കൊണ്ട് എന്നാലും അതിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രവീൺ വിചാരിച്ച അല്ലെങ്കിൽ പ്രവീൺ മനസ്സിലാക്കിയ രീതിയിലല്ല ഒരു ഏജൻസ് എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്ത് സുമേഷ് ചിലപ്പോൾ ഒരു ഏജന്റാണ് എന്ന് എനിക്ക് തോന്നാം വേണമെങ്കിൽ. കാരണം അത്രയും നമ്മളിലേക്ക് ഇഴുകി ചേർന്നുകൊണ്ട് ഭയങ്കര ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളായിരിക്കുള്ളൂ ഇവർ ഒരിക്കലും തങ്ങളുടെ ഹൈപ്പ് അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുന്നിൽ റിവീൽ ചെയ്യില്ല. അങ്ങനെ റിവീൽ ചെയ്താൽ ഇവരുടെ കവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അങ്ങനെ കവർ ബ്ലോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ പറയുന്ന പോലെ സെലിബ്രേറ്റഡ് സ്പൈസ് ആയി പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രവീൺ അത് വായിച്ചതിൽ വന്ന അല്ലെങ്കിൽ ചില പശകളാണ്. സത്യത്തിൽ മായ എന്ന് പറയുന്ന ആ സ്ത്രീനെ രാത്രി ഒറ്റയ്ക്ക് കോമ്പ് ചെയ്ത് പിടിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് വനിതാ പോലീസുകാരടക്കമുള്ള ഒരു പാർട്ടി ഈ മിനി കൂപ്പർ, ചെറിയ റെഡ് മിനി കൂപ്പർ, ഒരു സ്പെസിഫിക് നമ്പറുള്ള ഒരു മിനി കൂപ്പറിനെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് മായ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ ആ പോലീസുകാരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടു അല്ലെങ്കിൽ അവരവിടെ നിന്ന് ആ സീനിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനായിട്ട് വരുന്ന വേറൊരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ വണ്ടിയായിട്ടാണ് നമ്മൾ ഈ വണ്ടീനെ പറയുന്നത്. ഒരിക്കലും ഈ കഥയിൽ ഒരു സമയത്ത് പോലും നമ്മൾ ഇത് ഈ പറയുന്ന വിവേക് എന്ന് പറയുന്ന ഏജന്റ് ഇടപെട്ടിട്ടാണ് ഈ സ്ഥലമാറ്റം നടത്തിയത് എന്ന് തോന്നാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ കഥയിലുണ്ട്. അതൊരു പക്ഷെ പ്രവീൺ ശ്രദ്ധിക്കാതിരിക്കുന്നതായിരിക്കും. അതെ. അപ്പൊ ഇതിനകത്ത് വരുന്നത് ആ സമയത്ത് ഒരു എറണാകുളത്ത് ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ ബൈ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഈ ഹേമലത എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് പാർട്ടിക്കും അന്നത്തെ ദിവസം പല ഡിസ്ട്രിക്റ്റുകളിലേക്കും ഈ എമർജൻസി ആയിട്ട് സ്ഥലം മാറ്റം കിട്ടുകയാണ്. അപ്പൊ ഇത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഹേമലത കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരുമ്പോൾ കമ്മീഷണർ ഈ വിവരം അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് തന്നെ DG-യുടെ ഒരു കോള് കമ്മീഷണർക്ക് വരുന്നുണ്ട്. അപ്പൊ കമ്മീഷണറുകൾ പറയുന്നു ഇത് ഇലക്ഷൻ കമ്മീഷണറുടെ ഉത്തരവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇദ്ദേഹം ഇടപെട്ടിട്ടല്ല ഇത് ചെയ്തത് എന്ന് കൃത്യമായിട്ട് വരുത്തി തീർക്കുന്ന സംഭവങ്ങൾ അതിന്റെ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്.
പക്ഷെ അത് അങ്ങനെയല്ല എന്ന് വായനക്കാർക്ക് മനസ്സിലാകുന്ന ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു സാധനവും അതിനകത്തുണ്ട്. അത് നിങ്ങൾ വായനക്കാർ വായനയിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതെ 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 അപ്പോൾ വായിക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റോടുകൂടി പറഞ്ഞു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞെടുത്തുനിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഓരോ വരിയിലും അടുത്ത വരിയിലേക്കുള്ള എക്സ്പ്ലനേഷനും അടുത്ത വരിയിലേക്കുള്ള സൂചനയൊക്കെ ഉണ്ട് നമുക്ക്. ഇതിനകത്ത് അധ്യായം 6 അസർബൈജാനിലെ നമ്മൾ ഇതിനകത്ത് ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടതിനെ ചുറ്റിപ്പറ്റി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ്. അപ്പൊ ഇതില് അസർബൈജാനിൽ നമ്മൾ ആദ്യം പറയുമ്പോൾ ഇതിനകത്ത് എനിമി പ്ലേസ് ഡിസ്ക്ലോസ് ചെയ്യാതെയാണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇദ്ദേഹം എഴുതുന്ന എഴുത്തിന്റെ രീതിയിൽ എപ്പോഴും തുടക്കത്തിൽ ഇത് എവിടെയാണ് പ്ലേസ് എന്നും ഏതാണ് ടൈം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കഥ എഴുതി വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഒരു ഇത് ഫ്ലാഷ് ബാക്കിലും വർത്തമാനം ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എഴുതി പോകുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ എനിമി പ്ലേസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. തുടർന്നൊരു അടുത്ത അധ്യായത്തില് ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ എനിമി പ്ലേസ് അവിടെ കൃത്യമായി ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ളൊരു കൂടുതൽ ആഴത്തിൽ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഈ ഡിറ്റക്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ നമ്മളുടെ ഒരു ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എനിമി സ്പേസ് നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ പ്രവീൺ പറഞ്ഞ പോലെ മായയുടെ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പിന്നാലെയായിട്ട് വേറൊരു സ്ഥലത്ത് നമ്മളെ വായനക്കാരെയും ഈ സുരക്ഷ അതായത് പോലീസ് ഉദ്യോഗസ്ഥരെയും പറ്റിച്ചുകൊണ്ട് ഒരു വരി അദ്ദേഹം എഴുതി ചേർക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. അപ്പോൾ ലാൽ ബിൽഡേഴ്സ് ആണ് ഈ നമ്മളുടെ ഇതിന്റെ ഡിസൈനിങ്ങിന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നേവി ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് നമ്മൾ വഴിതിരിച്ചു വിടുന്ന രീതിയിലുള്ള ഒരു വരിയും കൂടി അതിനകത്ത് ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറേ സസ്പെൻസ് ഈ പറഞ്ഞ പോലെ ഓരോ വരിയിലും നമ്മൾ കഥ പറയുന്ന പോലെ പറഞ്ഞു അങ്ങ് പോകേണ്ടി വരും. അതുപോലെയാണ് ഒരു ഈ രീതിയിൽ അങ്ങ് എഴുതി പോയിട്ടുള്ളത്. അപ്പൊ ഓരോ അധ്യായവും വായിക്കേണ്ടതുണ്ടോ എന്നുള്ളത് എന്റെ ഒരു സംശയമാണ്. അതെ 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 നമ്മളിതൊരു നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോ വരുൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ ആ ഒരു അന്വേഷണ പാഠവും എല്ലാം നമുക്ക് ഭയങ്കര ഒരു വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും വളരെ അദ്ദേഹം എന്തോരം കഷ്ടപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേന്ന് നമ്മളിങ്ങനെ വായിച്ചു പോകും. ഏറ്റവും അവസാനത്തുമ്പോൾ അദ്ദേഹം പോലും തെറ്റിദ്ധരിക്കും. അതാണ് ഇതില് എവിടൊക്കെ പറഞ്ഞു എന്ത് വരി പറഞ്ഞാലും പിന്നെ ഒന്ന് വേണമെങ്കിൽ ടീം പ്രവീൺ, ടീം വിനീഷിൽ എല്ലാരും ഇത് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ടീം പ്രവീൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒറ്റ ആളും വായിച്ചിട്ടുണ്ട്. അതെ 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 അതുകൊണ്ടാണ് ഞാനും ഈ കഥയിലേക്ക് മുന്നോട്ട് പോകാതെ അവിടെ ഇവിടെ തോന്നാൻ എന്താണ് അദ്ദേഹത്തിന്റെ രചന സ്റ്റൈലെന്നും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിലൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നും മേമ്പൊടിക്ക് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് എന്റെ ഒരു വിചാരത്തില് വായിക്കാത്ത ഭൂരിപക്ഷം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ കഥ പറയുമ്പോൾ നമ്മള് ആ പുസ്തകത്തിന്റെ വാല്യൂ തന്നെ ഇല്ലാണ്ടാവും. അതായത് നിങ്ങൾക്കത് ഞങ്ങൾ കഥ വായിക്കുമ്പോൾ നിങ്ങളിപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ ഓരോ വരിയിലും ഫസ്റ്റ് വായിക്കുമ്പോ മായ ഇതിൽ എന്തോ ഒരു സംഭവമാണ് എന്നുള്ള പ്രതീക്ഷയോടുകൂടി വായിച്ചു തുടങ്ങും. അതിനപ്പുറം കഥ പറയാതെ ഒന്ന് ഒരു ഒഴുക്കിൽ പോകുമ്പോൾ നിങ്ങൾക്കത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ കഥ പറച്ചില് അത്യാവശ്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ആക്ച്വലി ഇപ്പൊ ഇവിടെ 1-2 കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് ശക്തമായിട്ടുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇത് ഞാൻ സ്ത്രീപക്ഷത്ത് നിന്ന് കഥ പറയുന്ന രീതിയിലാണ് നമ്മൾ ഇതിന് ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കഥാപാത്രങ്ങൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അതേപോലെ തന്നെ അത്തരം ഒരു ഒരു ഐഡന്റിറ്റി വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു നല്ലൊരു ഹീറോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന വില്ലൻ വേണമെന്ന് പറയുന്നത് പോലെ ആണ് നമ്മൾ ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഈ കഥയിൽ സർപ്രൈസിംഗ്ലി ദർ ആർ നോ വില്ലൻസ് ആൻഡ് നോ ഹീറോസ്. കാരണം എല്ലാ ആളുകളും അവരവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇന്ത്യ തന്റെ ശത്രു രാജ്യമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന ഏജൻസ്, ദേ ആർ ദ ഹീറോസ് ഓഫ് ദെയർ നേഷൻ. അതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളങ്ങനെ ആരെയും ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ ആരെയും വില്ലനായിട്ടോ ആരെയും ഹീറോ ആയിട്ടോ നമ്മൾ പ്രൊപ്പഗൻഡായിട്ട് ചെയ്തിട്ടില്ല. ഇതിനകത്ത് കുറച്ചും കൂടി വായനക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1911 മുതൽ ഉള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് തുടങ്ങുന്ന നോവൽ 2011 ജൂൺ 30-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ജൂൺ 16-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അത് 2027 ഏതോ ഒരു മാസം, ജനുവരി 30 ഏതോ ഒരു മാസം അവസാനിക്കുന്ന രീതിയിലാണ് ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കഥ ഞാൻ എഴുതുന്നത് 2019 തുടങ്ങി 2021 കൂടിയിട്ട് നമ്മളിത് എഴുതി തീർക്കുകയാണ്. ഇത് എഴുതി തീർത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഈ കാലഘടന ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പല സംഭവങ്ങളും ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ഈ പറയുന്ന പോലെ ഒരു പ്രവാചകനായതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ലോകത്തിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റീസ് മനസ്സിലാവും, പൊട്ടൻഷ്യൽ മനസ്സിലാവും. നമ്മൾ ഇത് ഈ കഥയിൽ തന്നെ പറയുന്നുണ്ട്, എവറിത്തിങ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു ഗോ റോങ്. എല്ലാ സാധനങ്ങളും ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ അത് ചീത്തയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഈ കഥേനെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ഏകദേശം ഒരു ആ രീതിയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനിതിനകത്ത് സ്വീകരിച്ച ഒരു എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ എക്സലിലൊക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് എഴുതുമ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോർമുലാസ് എഴുതുമ്പോൾ സോ എവറി ലെഫ്റ്റ് ബ്രാക്കറ്റ് ഹാസ് ടു ബി ക്ലോസ്ഡ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ അങ്ങനെയാണെന്ന് പറയാം, ഒരു ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോകണം. ഇതിനകത്ത് ഒരു ലൂപ്പും ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടില്ല. ഈ കഥ തുടങ്ങി അവസാനിക്കുമ്പോൾ നിങ്ങൾ ആദ്യം വായിച്ച ലൈൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം അവസാനത്തിലേക്ക് കിട്ടും. പിന്നെ ഉമ്മ അല്ലേ, പേടിക്കണ്ട, ഈ പറഞ്ഞതൊന്നും അല്ല ഇതിന്റെ കഥ. ഇതിന്റെ കഥ ഒന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇതിനകത്ത് ബേസിക്കലി 2 ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഓപ്പറേഷൻ ദ മാജിക്കൽ ഫിംഗേഴ്സ്, ഒന്ന് ഓപ്പറേഷൻ ദ വാനോ. അതിനകത്തിപ്പോൾ ഓപ്പറേഷൻ മാജിക്കൽ ഫിംഗർ എന്ന് പറയുന്ന ഒരു സാധ്യതയെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഇതിനകത്ത് ഏറ്റവും അവസാനത്തെ 3-4 അധ്യായങ്ങളാണ് ഓപ്പറേഷൻ വാനോ എന്താണെന്ന് പറയുന്നത്. ഓപ്പറേഷൻ വാനോ എന്ന് പറയുന്നത് എന്താ, വാനോ എന്ന് പറയുന്ന വാക്കുകൾ ചരിത്രം അറിയാവുന്ന ചില ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ CIA-യുടെ പുറത്തുവിട്ട ചില രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആരാണ് ഇന്ത്യയിൽ വാനോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുമെന്ന് ഗൂഗിൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കഥയല്ല. പിന്നെ ഇതിനകത്ത് പറയുന്നത് സ്കങ്ക് വർക്സിനെ പറ്റിയിട്ടാണ്. ബേസിക്കലി ഇറ്റ്സ് പ്യൂർലി ടെക്നിക്കൽ ടേം. നമ്മൾ സ്കങ്ക് വർക്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അത് കൂടുതലായിട്ടും ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിലെ ജനങ്ങളെയും പൊതുവായിട്ടുള്ള എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് മൾട്ടി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കിയിട്ട് നടത്തുന്ന ഡിഫൻസ് മേഖലയിലുള്ള പരീക്ഷണങ്ങളെയാണ് ഈ സ്കങ്ക് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഈ ശീതയുദ്ധകാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മീതെ കൂടെ 60,000 അടി ഉയരത്തിൽ ഒരു വിമാനം സ്ഥിരമായിട്ട് പറക്കുവരും. അതിന്റെ ചിത്രങ്ങളൊക്കെ എടുക്കാനായിട്ട്. അത് അമേരിക്കയുടെ ഒരു ആ സമയത്തുണ്ടായ ഏറ്റവും വലിയ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിമാനമായിരുന്നു. ഇങ്ങനെ ഒരു വിമാനം പറക്കുന്നതായിട്ട് USSRന് അറിയാം. അന്ന് USSR ആണ്. പക്ഷെ അതിനെ വെടിവെച്ചിടാൻ കപ്പാസിറ്റി ഉള്ള ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈ വിമാനം മൾട്ടി ബില്യൺസ് ചെലവഴിച്ചിട്ട് U-70 എന്ന് പറയുന്ന ഈ വിമാനം അമേരിക്കയുടെ ഏറ്റവും വലിയ സ്കങ്ക് വർക്കായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു വിമാനവും അതെന്ത് എന്ന് പിന്നീട് ലോകം വിശ്വസിക്കാൻ കാരണമായത് USSR വളരെ വർഷങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി ഏകദേശം 90,000 അടി ഉയരത്തിൽ പോയി ഇതിനെ പ്രിസൈസ് ആയിട്ട് വെടിവെച്ചിടാൻ പറ്റുന്ന ഒരു മിസൈൽ കണ്ടുപിടിക്കുകയും
ഈ വിമാനം വെടിവെച്ച് USSRന്റെ മണ്ണിൽ വീഴുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ലോകത്തിന് വിശ്വസിക്കാൻ പറ്റിയത്. അങ്ങനെ അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നുന്ന പല ശാസ്ത്ര പരീക്ഷണങ്ങളും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് DRDO പോലെയുള്ള അല്ലെങ്കിൽ ഭാഭ അറ്റോമിക് റിസർച്ച് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്, അല്ലെങ്കിൽ ആ സംഭവത്തെ പറ്റിയിട്ടുള്ള ഒരു കഥാകഥനമാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് അല്ല കഥ ദുരന്തർ 2 ആണ്. എല്ലാവരും വായിക്കാം. ഒരു കൺക്ലൂഷൻ പറയേണ്ടി വരും. ഒരു മൊത്തത്തിൽ ഈ കഥ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് എന്ന് പറയാന്നറിയില്ല, എന്റെ മനസ്സിലേക്ക് വന്നൊരു കാരണം, ഒരു യുദ്ധവും ഏറ്റുമുട്ടലുകളല്ല, ലോകരാഷ്ട്രങ്ങളും നമ്മുടെ സംഘടനകളും തമ്മിലുള്ള ഒരു സംഘടനം, അല്ലാതെ കുറെ ആയുധങ്ങളും മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഏറ്റുമുട്ടലുകളല്ല. ഒരുപാട് വ്യക്തികളുടെ ആത്മത്യാഗവും ഒരുപാട് പേരുടെ കഠിനാധ്വാനവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ഓരോ യുദ്ധവും. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻസും അവസാനിക്കുന്നില്ല, മറിച്ച് ഏതെങ്കിലും ഒരു ഓപ്പറേഷന്റെ ആരംഭമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്ന് വേണമെങ്കിൽ ഈ നോവലിന്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റും. ഏതായാലും ഇത്ര നേരം ഈ കഥ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. ഇത്രയും മനോഹരമായി എഴുതി അവതരിപ്പിച്ച് നമ്മൾക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ തരാവുന്ന വിധത്തിൽ ബിനീഷ് ഇത് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. തുടക്കം ഞാൻ തന്നെ തുടങ്ങിയത്. ഇപ്പം ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത്രയും പേര് ഇവിടെ വന്നിരുന്ന് ഇത്ര ശ്രദ്ധിച്ച് ഇത് കേട്ടു. അവസാനം ഇതല്ല കഥ എന്ന് എഴുത്തുകാരൻ പറയണത്. ഇത് കുറച്ച് ഭാഗത്തൊക്കെ സംസാരിച്ച സംഭവം കുറേ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്നവർ ഇത് വായിച്ചു നോക്കുക. സമയം കിട്ടുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണം, പെട്ടെന്ന് പോകരുത്. ഭക്ഷണം കഴിച്ച അഭിപ്രായം കൂടി പറയണം. കാരണം ഇതൊരു കഫേ ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ടേ, അതുകൊണ്ട് ഒരുപാട് നന്ദി.